നമ്മളെ സംബന്ധിച്ച് ഇതൊരു വണ്ടർഫുൾ മൊമെന്റ് ആയിരുന്നു. കാര്യം നമ്മുടെ കുട്ടികളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങളിത് ഒരിക്കലും നിർത്തിക്കളയരുത് മക്കളെ. നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. സാറ് പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കുക. ദി ഹിന്ദു എന്ന് പറയുന്ന പത്രം എല്ലാ ദിവസവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തണം. പാരൻസ് അത് അറേഞ്ച് ചെയ്യണം. ചിലപ്പോൾ അവർ വായിക്കുന്നുണ്ടാവില്ല, എന്നാൽ പോലും അത് അവരുടെ മുന്നിൽ എത്തുന്നത് പോലെ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് പാടി നോട്ടം വീഴുമ്പോൾ അതിലേക്കൊന്ന് വീഴുന്നത് പോലെ അവരെ പരിചയപ്പെടുത്തണം. അതിന് ചിലവാകുന്ന പൈസയൊന്നും ഒരു വലിയ കാര്യമായിട്ട് എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സാറ് പറഞ്ഞതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പാരൻസിന്റെ റോള്, പാരൻസിന്റെ സ്വപ്നങ്ങളാണ് കുട്ടികൾ ഏറ്റെടുക്കുന്നത്. പാരൻസിന്റെ സ്വപ്നങ്ങളാണ് കുട്ടികൾ ഏറ്റെടുക്കുന്നത്. ആദ്യം നമ്മളെപ്പോഴും പറയും ആ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറല്ല. നമ്മൾ പറയും കുട്ടിയെടുത്ത് സ്വപ്നം കാണാൻ പറയും, കുട്ടിയെടുത്ത് സ്വപ്നം കാണാൻ പറയും. ഞാനിവിടെ സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ സ്വപ്നം കണ്ട സാറിന്റെ ഫാദറും മദറും ആണെന്ന് തോന്നുന്നു. ആ സ്വപ്നം സാറ് സാക്ഷാത്കരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സാറിന്റെ ലൈഫിൽ കുറെ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്തു. സോ പാരന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. പാരന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് എപ്പോഴും പാരന്റ്സ് തന്നെയാണ് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. തീർച്ചയായും നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് TP ശ്രീനിവാസ സാർ ഇന്ന് നമ്മുടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നതിന് കാരണം. ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് സാറിന്റെ പാരന്റ്സിനെയാണ്. കാരണം അംബാസഡർ എന്ന് കേട്ടിട്ടില്ലാത്തൊരു കാലത്ത് അങ്ങനെ ഒരു സ്വപ്നം തന്റെ മക്കളുടെ മുന്നിലേക്ക് 12ാമത്തെ വയസ്സിൽ വെക്കാൻ ധൈര്യം കാണിച്ച മാതാപിതാക്കളാണ് ഇന്ന് ഈ ഇരിക്കുന്ന മനുഷ്യനെ വാർത്തെടുത്തത് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളൊരു യഥാർത്ഥ പാരന്റ് ആകണമെന്നുള്ള ശക്തമായ ഒരു ആവശ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിയണം. സമയമില്ല എന്നുള്ള ഒറ്റ വാക്കിൽ മക്കളോടുള്ള ഉത്തരവാദിത്വം മറക്കുന്ന കാര്യത്തിൽ നിന്ന് പാരന്റ്സ് തിരിച്ച് സമയമുണ്ട്, നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ മക്കൾ, അവർക്ക് വേണ്ടി ആദ്യം സ്വപ്നം കാണേണ്ടത് നമ്മളാണ് എന്ന് നമ്മൾ തീർത്തും മനസ്സിൽ കുറിക്കേണ്ടിയിരിക്കുന്നു. കാര്യം നമ്മളിലൂടെയാണ് നമ്മുടെ മക്കൾ സ്വപ്നം കണ്ടു തുടങ്ങേണ്ടത്. ഓക്കെ, അടുത്തതായി സാറിന് ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. കാര്യം ഇറ്റ്സ് ഹൈലി ഇൻസ്പയറിംഗ്. നമ്മുടെ മാത്ലറ്റിന്റെ ഒരു ബുക്ക് സാറിനെ കൊണ്ടൊന്ന് പ്രകാശനം ചെയ്യിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾറെഡി ഈ ബുക്സ് ഫൗണ്ടേഷൻ കുട്ടികളുടെ കയ്യിലുണ്ട്. എന്നാലും സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഈ ബുക്കിന്റെ ഉദ്ദേശം ഒരു 8 സീരീസ് ബുക്സ് ആണിത്. ഇതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാം. 20 to 40 സെക്കൻഡ്സ് കൊണ്ട് ബേസിക് മാത്തമാറ്റിക്സിന്റെ കാൽക്കുലേഷൻ, അതിന്റെ സ്പീഡ് ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ കുട്ടികൾ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഭയങ്കര ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ സംശയമില്ല. കാരണം അതിനൊരു കാര്യം കൂടിയുണ്ട്. AI വന്നപ്പോൾ കുട്ടികൾ എപ്പോഴും അവരുടെ മൈൻഡ് വർക്ക് ചെയ്യിക്കാതെ പെട്ടെന്ന് അവർക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ചൈന ഇപ്പൊ ഡീപ്സീക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയോട് കൂടി AI കൊണ്ടുവരുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ മാത്സ് പ്രോബ്ലം സോൾവിങ് സ്കിൽ അതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ AIയോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ മാത്തമാറ്റിക്സിന് നമ്മൾ വിടാൻ പാടില്ല. നമ്മുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ജസ്റ്റ് കൺസ്യൂമേഴ്സ് ആകാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. സോ അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഒരിക്കൽ കൂടി റിസീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പലായ റോഹിദാസ് സാറിനെയും ഇൻവൈറ്റ് ചെയ്യും.